ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിട്ടുള്ളത് പാറാമേവിൻ്റെ പൂര പ്രദർശനത്തിൻ്റെ ഭാഗമായ ചമയ പ്രദർശനം കാണാനാണ്. അപ്പോൾ നമ്മൾ വലിയൊരു ക്യൂവിൽ തന്നെയാണ് അവിടെ നിന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. ഒരു 1/2 കിലോമീറ്റർ നേരെ ഉണ്ട് ക്യൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ ഏകദേശം ഒരു അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും കാണാം. ഈ ക്യൂവിൽ നിൽക്കാൻ തന്നെ ഒരുപാട് പേര് ഇടയിൽ കയറുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അതിനിടയ്ക്ക് കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വളരെയധികം തിരക്കുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. അതായത് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 കിലോമീറ്റർ മേലെ ഇനി ക്യൂ കൂടാനാണ് സാധ്യത. കാരണം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. അതായത് ഈ തിക്കും തിരക്കാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. ഈ തിരക്കിലൂടെ നടക്കാനും ഇതൊരു വൈബാണ് ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്കും പുറത്തുള്ളവർക്കൊക്കെ. വരുന്നവർക്കൊക്കെ അറിയാമല്ലോ, ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലം എത്തുന്നതാണ് എത്താൻ സാധ്യതയുണ്ട്. കാരണം അതെങ്ങനെയൊക്കെ എത്തും. ആ ഒരു പ്രത്യേക വൈബാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത ചമയ പ്രദർശനം, പിന്നെ പകൽപ്പൂരം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വട്ടം വന്നു കഴിഞ്ഞാൽ തിരിച്ചതിന് ആ സമയത്തോടെ തിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ആദ്യമായിട്ടാണ് ഈ ചമയം കാണാൻ വരുന്നതും. ഒരുപാട് കുറച്ചാൾ മുമ്പ് ഞങ്ങൾ ഇതുപോലെ വരുന്നിട്ട് കാണാൻ പറ്റാണ്, ഞാൻ തിരിച്ചു പോയി. പക്ഷെ ഈ പ്രാവശ്യം എങ്ങനെയാലും കണ്ടിട്ട് തന്നെ പോകണല്ലോ തീരുമാനിച്ച ഉറച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല ചൂടൻ കപ്പലിൻ്റെ ഒക്കെ പതുക്കാനൊക്കെ അടിച്ച് ഈ റൗണ്ട് മുഴുവൻ നടന്നുണ്ടല്ലോ മോനെ, വേറെ വൈബാണത്. നിങ്ങളൊരു വട്ടം വന്ന് നോക്കട്ടാ, നല്ല രസമായിരിക്കും.
അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കുടകൾ എന്ന് പറഞ്ഞാൽ സാധാ നോർമൽ കുടകളാണ്. പക്ഷെ ഇതിനൊക്കെ വെറൈറ്റി കുടകളൊക്കെ നമ്മൾ മോൾ ഭാഗത്തുണ്ട്. അപ്പൊ നമുക്ക് അതോട് കാണണം. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചാനൽ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് കുടകൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ അത് നോർമൽ കുടയാണെന്ന് പറയാനായിട്ട് കാര്യമില്ല. ഒരുപാട് കുടകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അതൊക്കെ മടക്കി വെച്ചാൽ നമുക്ക് അതിന് ക്ലിയറൻസ് കിട്ടില്ല. കാരണം ഈ സെൻട്രലുള്ള മാസ്റ്റർ കുടകളാണ് നമ്മളവിടെ മുകൾ ഭാഗത്ത് കാണാം. അപ്പൊ അതിന്റെ ഭംഗി കാണണമെങ്കിൽ മുകൾ ഭാഗത്ത് തന്നെ പോകണം. ഓക്കെ. പിന്നെ ഇവിടെ താഴത്തെ തട്ടിൽ ഏറ്റത്താണ് വെഞ്ചാമരം, നെറ്റിപ്പട്ടം, ഈ വക സാമഗ്രികളൊക്കെ ഉള്ളത്. പിന്നെ തന്നെയുള്ള ഒരുപാട് കുടകൾ തന്നെ ഉണ്ട് ഇവിടെ. വെറൈറ്റി ആണ് എല്ലാം. ശരിക്കും വെച്ചാൽ കൊല്ലത്തില് വേറെ വേറെ കുടകളാണ് ഇവര് പ്രദർശനത്തിൽ വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം പോലീസുകാരും ഇവിടുത്തെ ജനങ്ങളെ തിക്കതൊക്കെ കാരണം. അപ്പൊ നമ്മള് ഒരു അഡ്ജസ്റ്റ്മെന്റുകളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കുറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മളെ ചാനല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളെ യൂട്യൂബേഴ്സിനെ കുറെ പേരെ കണ്ടു, യൂട്യൂബർമാരെ കണ്ടു. അപ്പോൾ അതിൽ ഞങ്ങളെ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ കോളേജിലുള്ളൊരു ടീമിനെ കണ്ടായിരുന്നു കേട്ടോ. അവർ യൂട്യൂബറാണ്. അപ്പൊ ഈ തിക്ക് തിരക്കിന്റെ ഇടയ്ക്ക് അവരോട് സംസാരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ജസ്റ്റ് ഒരു ഷെയ്ക്കിൻ്റെ അത് അവസാനിപ്പിച്ചു. എന്നാലും അവര് നമ്മോട് തിരിച്ച് മൈൻഡ് ചെയ്ത കാരണം സന്തോഷം, ഹാപ്പിയാണ്. പിന്നെ വൈഫിനും കുട്ടികൾക്കും അത് കണ്ടപ്പോൾ അവരെ കണ്ട് മീറ്റ് ചെയ്ത് കണ്ടൊരു സന്തോഷം. പിന്നെ ഇപ്പൊ ഇത് ഇവിടെ വെച്ച് കണ്ടത് ചേച്ചിനും ഉണ്ണിയാട്ടിനും ഉണ്ടായിരുന്നു, കോലയിലുള്ള ആട്ടാ. അവരെ നമ്മളെ സംസാരിച്ചത്. ബാക്കിയാരുടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞു വിട്ടു. ഓക്കെ. തിരക്കും ഉണ്ടാക്കി ഒരു ഹാളിയോടെ നടക്കുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റികളായിട്ട് നമ്മുടെ കുറച്ച് പോലീസുകാർ ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നമ്മളെ എന്താ പറയാ, നമ്മളൊക്കെ നിയന്ത്രിച്ച് ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരു വലിയൊരു കഷ്ടപ്പാടാണ്. കാരണം ഞാനൊക്കെ ഒരു 5 മിനിറ്റ് ഉള്ളിൽ കയറപ്പോൾ ഞങ്ങൾക്ക് ആ വീർപ്പ് കിട്ടി. അപ്പൊ അവര് ഇത്ര നേരം നിൽക്കണം, അവരൊക്കെ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ.
ഇവിടെ പാറമക അമ്പലത്തിന്റെ ചെറിയൊരു പകർപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആനകൾ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ പാറമക അമ്പലത്തിന്റെ പൂരത്തിന്റെ ഒരു ഭാഗം അവിടെ ഉണ്ടാക്കി വെച്ചത് വലിയ സംഭവമാണ്. കാരണം ആൾക്കാരെ കാണേണ്ട കൊതിയാണ് നമുക്ക്. ഞാൻ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ നേരിച്ചതായിരുന്നു. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞാൻ സ്റ്റിക്കുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ചെണ്ടക്കാരും ജനങ്ങളും കൂട്ടം കൂടി നിൽക്കുന്ന ഒരു നല്ലൊരു ഡെമോ, അടിപൊളിയല്ലേ. പോയിട്ട് നിവർത്തി വെച്ച കുടകൾ കാണാം. അപ്പൊ ഭംഗി എന്തൊരു ചേലാലേ, കുടകൾ നിവർത്തി വെച്ച് കാണാൻ. നിവർത്തി വെച്ചപ്പോഴാണ് ഒരു വൃത്തി ഭംഗിയൊക്കെ കാണുന്നത്. കാരണം അടിയിലുള്ള ഒരുപാട് കുടകൾ ഇവിടെ ഉണ്ട് കേട്ടാ. അതൊക്കെ നിവർത്തിയാണ് വെച്ചേക്കണത്. അപ്പൊ അതിന്റെ ഒരു ഭംഗി ഇപ്പൊ തന്നെ കണ്ടാൽ നമുക്ക് രസമാണ് കാണാൻ. കാരണം ഇതൊക്കെ കണ്ടില്ലെങ്കിൽ എന്താ കാര്യമില്ലേ. അറ്റം വരെ ഉണ്ട് കേട്ടോ, ഒരുപാട് കൂടി നോക്കിയ മണിക്കൂറോളം കാത്തു നിന്നിട്ട് ഇവിടെ എത്തുമ്പോൾ സന്തോഷമില്ലേ. ഈ സന്തോഷത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിത് നേരിട്ട് കണ്ടാൽ ഈ ഭംഗി അനുഭവിച്ചറിയണം. അത് നേരിട്ട് തന്നെ കണ്ടാലാണ് അത് ഒരു വൃത്തിയും വെടുപ്പാണ് അറിയുള്ളൂ. ഇങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല മക്കളെ, വേറെ ലെവലത്. ഇനി ഇത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോ നമുക്ക് വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറെ ആനേനെ കാണാം. ഇതുപോലെ കുടകൾ പോലെ കുറെ ആനേനെ കാണണം ഈ വഴം. ഇവിടെ ചെറിയ ആനക്കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടാ. നമ്മുടെ പാറമകന്റെ ഒരു ആനക്കോട്ട ഉണ്ട്. അപ്പൊ അതില് പുറത്തുനിന്ന് ആനകളും പാറമകന്റെ ആനകളും എല്ലാ ആനകളെയും കാണാം. അതൊക്കെ ആനക്കോട്ടയ്ക്ക് വന്നിട്ട് നോക്കട്ടെ. കണ്ട ഇവിടെ ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ട്. എണ്ണം വയറ്റിൽ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ആനകള്. നല്ല അങ്ങനെ ചമയ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആനക്കോട്ടയും ആനനെയും കണ്ട് നേരെ വീട്ടിലേക്ക്.